ഹായ് വ്യൂവേഴ്സ്, ആരുടെ തേരാവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നും ഒരു ചെറിയ ഡെയിൻ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇപ്പോൾ സമയം രാവിലെ 5 മണി. രാവിലെ എണീറ്റ് അങ്കിത്തിന് ഉപയോഗിക്കുന്ന സ്കൂളിൽ പോകണം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആലു പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനാവശ്യമായിട്ട് കിഴങ്ങൊക്കെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മസാല തയ്യാറാക്കാം. ഞാനിവിടെ കടുവ ജീരകമൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ വഴറ്റി വെളുത്തുള്ളിയൊക്കെ ഇട്ട് മുളക് പൊടി മാത്രമേ എടുത്തുള്ളൂ. മുളക് പൊടിയും എല്ലാം ഒക്കെ ഇട്ട് കിഴങ്ങ് ഇളക്കിയെടുക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ മസാല റെഡിയാവും. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് അവരവർക്ക് വേണ്ടുന്ന മസാലയൊക്കെ ആഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസാക്കി പരത്തിയെടുത്തിട്ട് അതിനകത്ത് നമ്മൾ മസാല വെച്ചിട്ട് വീണ്ടും പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്നത് ചിലപ്പോൾ ശരിയാവും, ചിലപ്പം മസാലയൊക്കെ വെളിയിൽ പൊട്ടിപ്പോവും. അത് ചിലപ്പോഴൊക്കെ നല്ലോണം കിട്ടും, ചിലപ്പോൾ അങ്ങനെ വെളിയിലൊക്കെ പോകും. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ 2 റൊട്ടിയാക്കിയിട്ട് അതിന് ഇടയ്ക്ക് മസാല വെച്ച് വേണമെങ്കിലും പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പരത്തിയെടുക്കും. ഇവിടെ അങ്കിത്തിനും ഒബിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ ഉണ്ടാക്കാനുള്ള മെനക്കേട് കൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം. പിന്നെ ഒരു കാര്യത്തിന് എളുപ്പമുണ്ട്, പിന്നെ കറിയൊന്നും ഉണ്ടാക്കേണ്ട. ഇതിന് ആലു പൊറോട്ടയ്ക്ക് മസാല ഉണ്ടാക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതും എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഓരോ ദിവസവും എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുന്നതെന്നുള്ളത് ടെൻഷൻ. രാവിലെ ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് ഉണ്ടാക്കണം, രാത്രിയിൽ ഉണ്ടാക്കണം. അങ്ങനെ 3 നേരം എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് രാവിലെ തന്നെ വിചാരിച്ച് വെക്കും, എന്നാലേ ശരിയാവത്തുള്ളൂ ഉണ്ടാക്കുമ്പോഴും. അങ്ങനെ പിന്നെ നമ്മൾ ആലു പൊറോട്ടയൊക്കെ റെഡി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആലു പൊറോട്ടയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് നെയ്യൊക്കെ ഒഴിച്ചതിനെ പൊള്ളിച്ചെടുക്കാം. ആലു പൊറോട്ടയ്ക്ക് പിന്നെ നമുക്ക് കറിയൊന്നും വേണ്ട. പിന്നെ വീട്ടിൽ കഴിക്കാൻ അവർക്ക് വേറെ കറിയൊന്നും വേണ്ട. പിന്നെ സ്കൂളിലോട്ട് കൊടുത്തു വിടാൻ ടിഫിൻ പാക്ക് ചെയ്യുമ്പോൾ കുറച്ച് തൈരും കൂടെ കൊടുത്തു വിടും. അവർ പറയും തൈര് വേണ്ട, സോസ് മതി എന്ന് പറയും. പക്ഷേ തൈര് കൂട്ടി കഴിക്കാൻ തൈരും അച്ചാറും ഒക്കെ ആണ് ഈ ആലു പൊറോട്ടയുടെ കോമ്പിനേഷൻ. അവർ പിന്നെ അച്ചാറൊന്നും കൊണ്ടുപോയി കഴിക്കത്തില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് തൈര് മാത്രം കൊടുത്തു വിടും. തൈര് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു വിടും. ഇപ്പം ചൂടും കൂടെ ആയതുകൊണ്ട് കുറച്ച് തൈരും കൂടെ ഒക്കെ കഴിക്കുന്നത് നല്ലതല്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങനെ കൊടുത്തു വിടും. പിന്നെ രാവിലെ അവർ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പം സ്കൂൾ ടൈം കുറച്ചിട്ടുണ്ട്, ചൂട് കൂടിയതുകൊണ്ട് 12 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുന്നുണ്ട്. രാവിലെ 6:45 ആകുമ്പോഴത്തേക്ക് പോകും. അങ്ങനെ പിന്നെ കുറച്ച് സൈഡായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സും കൂടെ കൊടുത്തു വിടും. അപ്പം അങ്ങനെ പോകാനൊക്കെ റെഡിയായി. അബിയുടെ ബാഗിനാണെങ്കിൽ അബിയെക്കാട്ടി വെയിറ്റുണ്ട്. അത് പൊക്കി കാണിക്കുന്ന എക്സസൈസാണെന്നും പറഞ്ഞ് ബാഗ് പൊക്കി എടുക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ബസ് കയറാൻ പോയി. ഞാനിങ്ങനെ തിരിച്ച് വീട്ടിലോട്ടും വന്ന് പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്ന്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് 3 വിരലുകൊണ്ട് നല്ലോണം മുറിച്ചെടുക്കാൻ പറ്റും പൊറോട്ട. പിന്നെ ഞാനും തൈരും കൂട്ടി കഴിച്ച്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് നോക്കണം. ലഞ്ചിന് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഞാനിന്ന് പച്ചരിച്ചോറാണ് വെക്കുന്നത്. പച്ചരിച്ചോറ് വെറൈറ്റി അല്ല, ഞങ്ങൾ നേരത്തെ എപ്പോഴും വെക്കുന്നതാണ്. പിന്നെ ഇപ്പം ഞാൻ വീഡിയോയ്ക്കകത്തൊന്നും ഇങ്ങനെ പച്ചരിച്ചോറ് വെക്കുന്നത് ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ അരി കൊണ്ടാണ് ചോറ് വെക്കുന്നത്. പെട്ടെന്ന് വെന്ത് വരികയും ചെയ്യും, കഴിക്കാനും എളുപ്പമാണ്, ഡൈജഷനും എളുപ്പം നടക്കും. പിന്നെ ഈ ദാലിൻ്റെ കൂടെ കഴിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറെന്ന് പറയുന്നതും പച്ചരി ചോറാണ്. അതുകൊണ്ട് പിന്നെ ഇന്ന് ദാല് തന്നെ വെക്കാമെന്ന് വിചാരിച്ച്. അങ്കിത്തിനും അബിക്കും ദാലും ഒക്കെ ഇഷ്ടമാണ്, ദാല് കറിയൊക്കെ ഇഷ്ടമാണ്. എന്നും ദാല് മതി എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഒന്നും ദാല് വേണ്ടാലോ, പിന്നെ എന്തെങ്കിലും വേറെ കൂടെ ഒക്കെ വേണ്ടേന്ന് വെച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കുന്നത്. അപ്പം അങ്ങനെ ഇന്ന് പെട്ടെന്ന് വേവും കേട്ടോ, കൂടെ നിന്ന് വേവിച്ചെടുക്കണം. 5 മിനിറ്റിനകത്ത് വെച്ച് നമുക്ക് ചോറ് റെഡിയാവും. അത് പെട്ടെന്നാവുകയും ചെയ്ത് ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ചോറയ്ക്ക് ഊറ്റി വെച്ച് ദാലിവിടെ വിസിലടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പച്ചക്കറിക്കകത്ത് 2 വഴുതനങ്ങ മാത്രമേ കിടപ്പുള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ അതിനെ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ച്. എന്നാൽ പിന്നെ ഒരു തട്ടിക്കൂട്ട് തീയലാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ വഴുതനങ്ങ തീയൽ വെക്കാൻ ആദ്യം എണ്ണ ഒഴിച്ചു, ജീരകമൊക്കെ ഇട്ട് പൊട്ടിച്ച് പിന്നെ നമ്മുടെ വഴുതനങ്ങയും ഉള്ളിയും കൂടെ ഒരുമിച്ച് ഇട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ച്. ഇത് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഇത് വെക്കുന്നത്, വഴുതനങ്ങ തീയലൊക്കെ. ഇത് മാത്രമേ ഇടവുള്ളൂ, വെഴുക്കുവരട്ടിയായിട്ട് വെച്ചാലൊന്നും അവർ കഴിക്കത്തില്ല, അങ്കിത്തോബിയൊന്നും. അപ്പം പിന്നെ ചോറിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ അതെങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് അകത്ത് പോയിക്കോളും. അതുകൊണ്ട് പിന്നെ അങ്ങനെ കറിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. ഇതുപോലെ തന്നെ വെണ്ടയ്ക്കാപ്പുളിയും വെക്കുമെന്ന് തോന്നുന്നു. വെണ്ടയ്ക്കാപ്പുളി ഞാൻ ഒരു ദിവസം വെച്ചായിരുന്നു, ആ രീതിയിൽ തന്നെ ഇതും വെക്കാം. വെണ്ടയ്ക്കാപ്പുളിയൊക്കെ എല്ലാവരും വെക്കുന്നതല്ല, അതുപോലെ തന്നെ നമുക്ക് വഴുതനങ്ങയുടെ തീയലെന്ന് പറയും, പുളിയെന്ന് പറയും, എന്ത് വേണേലും പറയാം. കാരണം നമ്മൾ പുളിവെള്ളത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പുളിവെള്ളം കലക്കിയിട്ട്
പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമുക്ക് കലക്കിയെടുത്ത് വെച്ചേക്കണം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കലക്കി വെച്ചേക്കുന്ന ആ വെള്ളം ഇതിനകത്ത് ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് രോഹു ഒഴിപ്പുണ്ടായിരുന്നു 2-3 ദിവസം മുമ്പ് വാങ്ങിച്ചത്. അപ്പോൾ 2 ദിവസം കൊണ്ട് മീനുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്നതാണ്. അപ്പോൾ അതിനെ കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 ദിവസം കൊണ്ട് മീൻ കറി തന്നെ ആയിരുന്നു, അതുകൊണ്ട് ഇന്ന് വറുത്താൽ മാത്രം മതിയെന്ന് വിചാരിച്ച് അങ്ങനെ വറക്കാനും ഇട്ട്. അപ്പോഴത്തേക്ക് സൈഡിൽ കൂടെ നമ്മുടെ ഈ വഴുതനങ്ങ കറിയും റെഡി ആവുന്നുണ്ട്. അതിനകത്ത് പുളിവെള്ളം ഒഴിച്ച് നമുക്കിനി അടച്ച് വെച്ച് വേവിച്ച് പറ്റിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ കറി റെഡിയാവും. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ മീനും ഒക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ചൂടല്ലേ, അതുകൊണ്ട് ഇടയ്ക്ക് ഇച്ചിരി ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു പീസ് വാട്ടർ മെലോണും കൂടെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്ക് സമയം 12 മണിയായി. അങ്കിത്തും ഒബിയൊക്കെ സ്കൂളിൽ നിന്ന് വന്ന്. ചൂട് കൂടിയ കാരണം സ്കൂൾ ടൈം കുറച്ചുകൂടായി. നേരത്തെ 2 മണിക്കായിരുന്നു വരുന്നത്, ഇപ്പം 12 മണിയാകുമ്പോഴത്തേക്ക് വരും. അങ്ങനെ പിന്നെ അവർ വന്ന് വരുമ്പോഴേ അബി അടുക്കളയിൽ പോയി നോക്കും, ഇന്ന് എന്താണ് അമ്മ ഉണ്ടാക്കിയത് എന്ന്. ആദ്യം സ്പെഷ്യൽ എന്താണെന്ന് പോയി നോക്കും കിച്ചണിൽ. അങ്ങനെ 12 മണിയായപ്പോഴത്തേക്ക് തന്നെ അവരെത്തിയായിരുന്നു. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി. വഴുതനങ്ങ കറി നല്ല ടേസ്റ്റായിരുന്നു, കഴിക്കാനും കാണാനും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ തുണി കഴുകിയത്. യൂണിഫോം കൂടെ കഴുകാമെന്ന് വിചാരിച്ച് അങ്ങനെ തുണിയൊക്കെ കഴുകിയിട്ട് വന്നപ്പോഴത്തേക്ക് ക്ഷീണിച്ച് അവശ നിലയായി. പിന്നെ ഹസ്ബൻഡും വന്നു. പിന്നെ നമ്മൾ ഒരു 1:30 ആയപ്പോഴത്തേക്ക് ചോറ് കഴിച്ചെന്ന് തോന്നും. സമയമായപ്പോഴത്തേക്ക് ചോറൊക്കെ കഴിച്ച് ദാലുകറി ഇപ്പോഴാണ് കുക്കർ തുറക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും എല്ലാം ഉണ്ട്. അപ്പം ചോറും ദാലും പിന്നെ മീൻ വറുത്തതും വഴുതനങ്ങ കറിയും പിന്നെ കുറച്ച് ചാച്ചുണ്ടായിരുന്നു. ചാച്ചും കൂട്ടി നമുക്ക് അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം. അടിപൊളി കൂട്ടാനും കറിയായിരുന്നു. പിന്നെ ചോറ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ വൈകിട്ട് ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷൻ്റെ പിള്ളേരെല്ലാം പോയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. ഇപ്പോൾ ഇവർ 3 പേരും മാത്രമേ ഉള്ളൂ. അമൃതയും അദ്വൈതും പുകളും മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ പഠിത്തവും ഹോംവർക്കും ഒക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ റൊട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്കലത്തെ ദാല് ബാക്കിയുണ്ടായിരുന്നു, അതും കൂട്ടി റൊട്ടി കഴിക്കാം. പിന്നെ 2 പീസ് മീനും ബാക്കിയുണ്ടായിരുന്നു, അതിനെ ഒന്ന് ചെറുതായിട്ടൊരു കറിയുമാക്കി റൊട്ടിയും കഴിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.